എല്ലാവർക്കും സബാസ് കുക്കി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ വളരെ ഈസിയും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചിക്കൻ പുലാവ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതൊന്നും മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ നമ്മൾ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 800 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം അടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിന്. 250 ml കപ്പിന് 3 കപ്പ് ബസ്മതി റൈസ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അരി തന്നെ നോക്കിയെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിനും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റോളം അടിച്ച് മാറ്റി വെക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം, അത് മറക്കരുത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുലാവ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഈ ഒരൊറ്റ പാത്രം മതി നമുക്ക് പുലാവ് റെഡിയാക്കാൻ. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും 2 ടേബിൾ സ്പൂണോളം ഗീയും ഒഴിച്ചു കൊടുക്കാം. ഗീയും ഓയിലൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ്, 3 ഗ്രാമ്പു, ഒരു ബ്ലാക്ക് കാഡമൻ, 1 സ്റ്റാർ, 2 ബേ ലീഫ്, അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഇതെല്ലാം ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ രൂപത്തിൽ ആയി വരുന്നത് കാണുമ്പോൾ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് കളറെല്ലാം മാറി ഫ്രൈ രൂപത്തിലാകുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി, 1/2 ടീസ്പൂൺ മാത്രം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുളക് പൊടി ഇതിൽ കാര്യമായിട്ട് അങ്ങനെ ഇടലില്ല, ഞാൻ കുറച്ചൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ മുളക് പൊടി ഇടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് തക്കാളി പെട്ടെന്നൊന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റോളം നമുക്ക് ചെറിയ തീരൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ 3 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ആ മസാലയും ചിക്കനും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകലും ചെയ്യും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ച് വെക്കാൻ. എന്നിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം നമുക്കിത് അടച്ച് വെക്കാം. 5 മിനിറ്റോളം കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന്
ചിക്കനെല്ലാം ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് ഈ ഒരു ഗ്രേവിയെല്ലാം കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം. ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായി ചിക്കൻ ഒരു 1/4 വേവാകുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായി ചിക്കൻ 1/4 വേവായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് ഗ്രേവി ഇത്ര ആയാൽ മതി കേട്ടോ. നമ്മൾ കുതിരാനായിട്ട് വെച്ച അരി ഉണ്ടല്ലോ, 20 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുക, അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വന്നു പോകും. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ അരി ഒന്ന് വറുത്തതുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്യാണ്ടും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ ഒരു കപ്പിന് 1.5 കപ്പ് എന്ന അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 1/2 കപ്പ് കുറവായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവിയെല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാം വെള്ളം കൂടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് 1/2 കപ്പ് കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വറ്റിയതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. പിന്നെ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ അരി ആദ്യം ഇതിലിട്ടിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അരി വെന്ത് കുഴഞ്ഞതുപോലെ ആയിപ്പോവും പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ. അപ്പം നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിനല്ലോ, അതുകൊണ്ട് ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചപാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പെല്ലാം കറക്റ്റാക്കിയിട്ട് വേണം ഇത് വെള്ളം വറ്റാനായിട്ട് വെക്കാൻ. അപ്പോൾ വറ്റാനായിട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇതാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി ഇതായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് മല്ലിയില ഇട്ടിട്ട് പിന്നെ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. നന്നായിട്ട് തന്നെ ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം വേണം ഇത് വെക്കാൻ. അപ്പോൾ ഒരു 20 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ ഇതാ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ആവിയെല്ലാം വന്ന് ചോറെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചിക്കനും ചോറും എല്ലാം കറക്റ്റ് വേവാണ്, നല്ല അടിപൊളിയാണ്. ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ചോറ് സെർവ് ചെയ്യാനായിട്ട് സ്വർണ്ണത്തളിക തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്തിനാണ് കുറക്കുന്നത് അല്ല, സ്വർണ്ണത്തളികയിൽ തന്നെ നമുക്ക് ഈ ഒരു ചോറ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് തൈരും അച്ചാറും പപ്പടം എല്ലാം കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.